പ്രിയ മാതൃദേശം സുഹൃത്തുക്കളെ, തെന്നൽ നേരത്തിൽ ഇന്ന് നമുക്കൊരു വിശിഷ്ടയായ അതിഥിയുണ്ട്. മിറ്റ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. മിറ്റയുടെ അനുഭവങ്ങൾ നമ്മൾക്ക് ചോദിച്ചറിയാം. സ്വാഗതം മിറ്റ. താങ്ക് യു. മിറ്റ ഒരു ഫീമെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് അങ്ങനെ പറയേണ്ടപ്പോൾ കാര്യമില്ലല്ലോ. ഇപ്പോൾ കവി എന്ന് തന്നെയാണോ, കവയിത്രി എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണല്ലോ. ഇപ്പം അതിന് വളരെയധികം പ്രയോറിറ്റി കൂടിക്കൂടി വരുന്ന ഒരു സമയവും കൂടിയാണ്. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന അവരെ തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് മിറ്റ ഇതിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്? മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിലും മേക്കപ്പ് ഡിസൈനർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്താ അങ്ങനെ അതിൻ്റെ ഒരു മീനിങ് ഒന്ന്? അതായത് ഞാൻ സിനിമകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സിനിമയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടതും. അപ്പം സിനിമ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് മേക്കപ്പിലേക്ക് വന്നത് എന്നല്ലേ? ഓക്കെ. ചിലരിങ്ങനെ ബ്രൈഡൽ ചെയ്ത് അല്ലെങ്കിൽ അല്ല, എനിക്ക് കുട്ടിക്കാലം മുതലേ മേക്കപ്പ് ഇഷ്ടമാണ്. പക്ഷെ അത് ഏത് തരം മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി മേക്കപ്പ് തന്നെയായിരുന്നു എനിക്കിഷ്ടം. ഒരിക്കലും ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് മേക്കപ്പ് ഒന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. ഞാൻ വളരെ സിനിമകൾ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ദൂരദർശനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അന്ന് മലയാളം മൂവീസ് ഒന്നും ഇല്ല. കൂടുതലായിട്ടും വരുന്ന മൂവീസ് എല്ലാം ഞാൻ കാണും. അപ്പം ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം എനിക്ക് അവിടെ സംശയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും മൂവി ആയിരിക്കും എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന ആർട്ടിസ്റ്റ്, അയാൾക്ക് വന്ന ക്യാരക്ടർ, അയാളുടെ ഒരു ചേഞ്ച്, അവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, ആ ഫ്രെയിമുകൾ, അതൊക്കെയാണ് മനസ്സിൽ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ 10 ദിവസം മനസ്സിലുണ്ടാവും ആ സിനിമ. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ഒരു പ്രൊഫഷൻ ആകുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതമാർഗമാകുമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സാധാരണ പെൺകുട്ടികൾ പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നു, അങ്ങനെ ഫാമിലി ലൈഫിലേക്ക് വരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമ ഉണ്ടായിരുന്നു. സിനിമയിൽ എന്ത് എന്നുള്ളത് എനിക്ക് ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണ്, കോസ്റ്റ്യൂം ചെയ്യാൻ എനിക്കിഷ്ടമാണ്, എനിക്ക് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളും എനിക്കിഷ്ടമാണ്, ആക്ടിങ് എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് കൂടുതലായിട്ടും ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ആദ്യമായിട്ട് എങ്ങനെയാ സിനിമയിലേക്ക് എങ്ങനെയാ കാലെടുത്ത് വെച്ചത്? എങ്ങനെയാ? സിനിമയിലേക്കല്ല ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത്. 2006-2007 കാലഘട്ടത്തിൽ കസവ് തട്ടം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ എന്നൊന്നും വന്നിട്ടില്ല. അമൃത ചാനലിന് വേണ്ടി ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നവോദയയിൽ വെച്ചിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒന്ന് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രൊഫഷണലി ഞാൻ പഠിച്ചിട്ടില്ല. അവർ നോക്കുമ്പോൾ ഞാൻ വളരെ എന്താ പറയുക, ഞാൻ എന്നെ തന്നെ ഗ്രൂം ചെയ്ത് നടക്കുന്നത് കണ്ടിട്ടാണ് അവരത് അങ്ങനെ എന്നോട് ചോദിക്കുന്നത്. പ്ലസ് അപ്പോൾ ഞാനൊരു കോസ്മെറ്റോളജി ഓൾറെഡി സ്കിന്നും ഹെയറും ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മേക്കപ്പിൽ ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് കിട്ടുന്നു. അങ്ങനെ ഞാൻ നവോദയയിൽ ചെല്ലുന്നു. നവോദയ അപ്പച്ചനുണ്ടെന്ന്. അങ്ങനെ അപ്പച്ചനെ കാണുന്നു, ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ബ്ലെസ്സിങ് പോലെ പറയുകയാണ്, നീ ഇത് കൂടുതലായിട്ട് പഠിക്കണം എന്ന് പറയണം. പിന്നെ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആലോചിക്കണേ, ഞാനവിടെ ഒരു കൊച്ചുകുട്ടി മാത്രമാണ്, എനിക്കിത് പ്രൊഫഷണലി പഠിക്കണം. പിന്നെ നമ്മളുടെ അന്വേഷണമാണ്, ഇതിന് പറ്റുന്ന സ്കൂളുകൾ ഉണ്ടോ, കോളേജുകളുണ്ടോ, എവിടെയാണ് ഇതിൽ ഞാൻ ജോയിൻ ചെയ്യേണ്ടത്, എനിക്കൊരു ഗുരുവിനെ കിട്ടണം. അതെല്ലാം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അന്ന് ഇന്നത്തെ 2006-2007 കാലഘട്ടങ്ങളിൽ ഇത്രമാത്രമൊന്നും മീഡിയ ഒന്നും ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കുറച്ച് ലാഗായി. ഞാൻ പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 2009-10 ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്, കൂടുതലായിട്ട് പഠിക്കാൻ ചാൻസ് കിട്ടുന്നതും. ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ ഓരോ വിഭാഗങ്ങൾ, ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പം ഇതിന് 10-14 ഘട്ടങ്ങളുണ്ട്, 14-15 തരത്തോളം മേക്കപ്പ് ഉണ്ട്. ആ ഓരോ മേക്കപ്പിൻ്റെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളുടെ എനിക്ക് അവരുടെ ശിഷ്യത്വത്തിൽ എനിക്ക് കൂടുതൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളത്. പേരുകൾ പറയാൻ കുറേയധികം പേരുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പട്ടണ റഷീദ്, പട്ടണം ഷാ,
അതുപോലെ അതെ, പിന്നെ മുംബൈ നിന്നാണെങ്കിൽ രമേശ് മോഹന്തി, പിന്നെ ഹൈദരാബാദിൽ നിന്ന് ഡോക്ടർ ഹരീഷ് ചന്ദ്ര, നഹുഷ് പിസെ, ആശാ ഹരിഹരൻ, അങ്ങനെ ഒരു വലിയൊരു നിര തന്നെയുണ്ട്. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കുറേയധികം മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇവൻ ഇന്ത്യയിലുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ള, എനിക്ക് അവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനും അവരുടെയൊക്കെ കൂടെ കൂടുതൽ ലേൺ ചെയ്യാനും എനിക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നത് അത് എൻ്റെ കഴിവല്ല, അത് നമ്മളുടെ ഒരു പാഷൻ നമ്മൾ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എന്ത് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും തന്നെ പഠിച്ചിട്ടില്ല. ഞാനിപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലല്ലോ, അത് ഇനിയും അത് ചെയ്യേണ്ടതല്ല, ഇനി ഏത് ഗുരുവിനെയാണ് ഞാൻ തപ്പേണ്ടത്, എനിക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അസിസ്റ്റ് ചെയ്താണോ വന്നത്? അല്ല, ഒരിക്കലും അല്ല, ഡയറക്റ്റ്. അതുകൊണ്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റേതായ ഒരു ഇത് ഞാൻ ഉണ്ടാക്കേണ്ടി വന്നു. ഞാനിപ്പോ ഒരാളെ അസിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതല്ല, ഞാൻ സ്വന്തമായിട്ട്, അതായത് എനിക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു, അവരിൽ നിന്ന് പഠിച്ച ശേഷം ഞാൻ എന്റേതായ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. എന്റേതായ രീതി ഞാൻ അവിടെ അഡാപ്റ്റ് ചെയ്ത് വെച്ചു. എല്ലാത്തരം മേക്കപ്പിലും എൻ്റെ ഒരു ടച്ച് ഞാൻ അവിടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് സിനിമയാണ് ആദ്യം? സിനിമ എന്ന് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു അറബിക് മൂവിയാണ് 2012. എൻ്റെ അതായത് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഇനി എന്ത് വേണം, അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത്, സ്ത്രീകൾ ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പഠനം പകുതി വഴിയിലായോ, പഠിച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് ഒതുങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനാണെങ്കിൽ ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല, ഇത്രയും മണിക്കൂറുകളും ദിവസങ്ങളോളം. കാരണം ഞാനൊരു ഫാമിലി ആയിട്ട്, അപ്പോൾ എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ടിട്ടാണ് എൻ്റെ പഠനവും എൻ്റെ ജോലിയും കൂടി പോകുന്നത്. പഠിച്ച ശേഷം പിന്നെ നമുക്ക് അവിടെ തൊഴിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി മാറുവാണല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി. മറ്റുള്ള ആരും തിരഞ്ഞെടുക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ എന്തിനു പോയി, എനിക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എൻ്റെ ഡെയിലി ബ്രെഡായി മാറുന്നില്ല എന്നുള്ളൊരു സംശയം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു അറബിക് പ്രൊജക്റ്റ് കിട്ടുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നോ എന്താ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് പോലും എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാൻ അവിടെ പോയി ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അവിടെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി. ഇപ്പം അറിയാലോ, ഒമാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും നമ്മൾ പ്രൊഡക്റ്റ് വൈസ് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് അന്ന് എനിക്ക് ഇല്ല കൂടുതലായിട്ട്. അപ്പൊ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇതാണ് എൻ്റെ വഴി. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എനിക്കത് ഐ ക്യാൻ ഗോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്. ഒരുപക്ഷെ അത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മിറ്റ എന്നൊരു വ്യക്തിയോട് ഇരിക്കില്ലായിരുന്നു. ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ അതിന് ഓക്കെ, ഇത് കൊള്ളാം, എനിക്കിത് തുടരാം എന്ന് ചിന്തിച്ചിട്ടില്ല. ഇഷ്ടമായി, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഭാഷയോ അല്ലെങ്കിൽ രാജ്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വരും. ഇതിന് കുറെ നിയമങ്ങളുണ്ട്, യൂണിയൻ ഉണ്ട്. ഞാനിത് ആരുടെ അടുത്തുനിന്ന് എനിക്ക് ഈ ഒരു പെർമിഷൻ കിട്ടും, എന്നെ ആര് സപ്പോർട്ട് ചെയ്യും, ഇപ്പൊ എൻ്റെ ഗുരുക്കന്മാരുണ്ട്, അവരാരെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ആരും വരുന്നില്ല, ഞാൻ തന്നെ എൻ്റെ വഴി കണ്ടെത്തണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് ഇപ്പോഴത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ വളരെ കുറച്ച് ഒരു 1-2 കൂടി വന്ന ഒരു 5 കാര്യങ്ങൾ ചെയ്താൽ മേക്കപ്പായി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതേസമയം ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ഒരാളുടെ കളർ ടോൺ നോക്കണം, സ്കിൻ ടോൺ നോക്കണം, അലർജിക് ആണോ നോക്കണം, അയാളുടെ ഈ ഹെയറിൻ്റെ മെൻ്റൽ എല്ലാം അയാളുടെ ഹെൽത്ത് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റഡ് ആവാത്ത വിധത്തിൽ അയാൾ ഒരു നല്ലൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് അയാൾ ചെയ്യുന്നത് അതാക്കി എടുക്കുക എന്നുള്ളത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡിസൈനിങ് കഴിവ് തന്നെയാണ്. അതിലേക്കുള്ള അതിൻ്റെ കോസ്മെറ്റിക്സും അതിൻ്റെ പ്രോഡക്ട്സ് എല്ലാം എങ്ങനെയാണ്, അതിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയെന്ന് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു? അതായത് ഇപ്പം തന്നെ പറഞ്ഞതിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ മേക്കപ്പ് എന്ന് പറയുമ്പം എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കില്ല. മേക്കപ്പ് എന്ന് പറയുമ്പം ഒരു ഫൗണ്ടേഷനും ഒരു ലിപ്സ്റ്റിക്കും ഒരു കാജലും കൊണ്ട് കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരു മേക്കപ്പ് ഡിസൈനർ എന്ന് പറയുമ്പം ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ ഓവറോൾ നോക്കുന്നു, അയാളുടെ സ്കിന്നിൻ്റെ പ്രത്യേകതകൾ, അയാളുടെ ഫേഷ്യൽ സ്ട്രക്ചർ, ഒരുപാട് ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, 770 എന്ന് തന്നെ പറയാം. അപ്പോൾ അയാളുടെ ഫേഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്,
അയാളുടെ പ്ലസ് പോയിന്റ് എന്തൊക്കെയാണ്, അയാൾക്ക് നമുക്ക് എന്താ അവിടെ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ സറ്റിലായിട്ടുള്ള മേക്കപ്പ് എന്ന് പറയും, ന്യൂഡ് മേക്കപ്പ് എന്ന് പറയും. കാരണം ആ മേക്കപ്പ് ചെയ്താൽ അത് അറിയരുത്. ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്, എൻ്റെ ഒരു പ്രൊഫഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തത്. ഞാൻ ചെയ്യുന്ന മേക്കപ്പ് സ്ക്രീനിലാണ് വരുന്നത്. സോ ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറയും ക്യാമറയുടെ ലെൻസും എന്താണെന്ന് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിന് ഞാൻ ആ ലൈറ്റ്സും അതാണ് ആ ഫ്രെയിം, ഇപ്പോൾ ഇൻഡോർ ആണോ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആണോ അങ്ങനെ നോക്കിയിട്ടാണ് എൻ്റെ മേക്കപ്പിൻ്റെ രീതി. കാരണം ഇപ്പം ഞാൻ കൂടുതലും ക്യാരക്ടർ മേക്കപ്പ്, പ്രോസ്തെറ്റിക് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, സ്പെഷ്യൽ എഫക്ട്സിൻ്റെ. ഇതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വരുമ്പം എനിക്ക് ഈവൻ ലെൻസ് എന്താണെന്നും പ്ലസ് ലൈറ്റ്സ് എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു സ്വയം ധാരണ വേണം ഇതിന്. സ്വയം ധാരണയല്ല, നമ്മളത് ഒരു കളർ വീലും നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി അത് ഫിക്സ് ചെയ്യണം. പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ കളർ വീലുണ്ട്. ഇപ്പം ആർട്ടിസ്റ്റ് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം അടക്കം ഫ്രെയിം അടക്കം അത് ബാധകമാണ്. അതേസമയം ഒരു ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പരിമിതികളുണ്ട്, അത് അവിടെ തീരുകയാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കീറി മുറിക്കാനും അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു ആക്ടർ മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ചെയ്ത് അയാൾ അഭിനയിച്ചു എന്നതിലുപരി വെക്കുന്ന ഫ്രെയിമും ലെൻസും എല്ലാം കൂടി, ഇപ്പോൾ ആർട്ടും കോസ്റ്റ്യൂമും മേക്കപ്പും ക്യാമറയും ക്യാമറമാൻ്റെ ഫ്രെയിംസും ഡയറക്ടറിൻ്റെ ഒരു ഇതും എല്ലാം ഇതിൽ കൂടി വരുമ്പോഴാണ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുക. ഇപ്പോൾ മുൻപ് ഒരു ഹീറോയിനൊക്കെയാണ് മിക്കവാറും അങ്ങനെ സംഭവിക്കാറുള്ളത്. അതായത് അവർ ഫുൾ മേക്കപ്പിൽ വന്നിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നിൽക്കുന്നില്ലല്ലോ. പക്ഷേ അതേസമയം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ കളർ ടോൺ മാറി ഫുൾ മേക്കപ്പ് ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ഒരു ഫോമിൽ തന്നെ അവർ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ കുറേ കൂടി ഞങ്ങൾക്കത് കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. അത് വെച്ചാൽ ഒരു അടുക്കളയിൽ ഒരു വീട്ടമ്മ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ, അവർക്ക് ഓവർ മേക്കപ്പ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ സാരിയൊക്കെ നല്ല സ്റ്റൈലിൽ കൊടുത്തിട്ട് തന്നെ മുടിയൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈൽ അങ്ങനെയല്ല, അതിപ്പോൾ മുടി മാടി കെട്ടിയിട്ടൊക്കെയുള്ള നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുക സാധാരണ വീട്ടമ്മമാർ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം സിനിമയുടേത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കത് അതായത് ഇപ്പം പഴയ സിനിമ കാലഘട്ടവും പുതിയ സിനിമ കാലഘട്ടവും വ്യത്യാസമുണ്ട്. അപ്പം അക്കാഡമിക്കലി പഠിച്ച ഒരുപാട് ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരത് കൂടുതലായിട്ടും ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണ്, അവർ ചെയ്യുന്ന പോലെയാണ്. പിന്നെ സീരിയലിന്റെ ഒരു എന്താ പറയാ, അതിപ്രസരം എന്ന് പറയാം. കാരണം സീരിയലൊക്കെ വന്നു തുടങ്ങിയപ്പം നമുക്ക് അറിയാലോ, ആദ്യ കാലഘട്ടങ്ങളിൽ സീരിയൽ എന്ന് പറഞ്ഞാൽ രാമായണം മഹാഭാരതം ഒക്കെ. അപ്പൊ അതില് സീതേനെയും ഒക്കെ കാണാൻ വേണ്ടി ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്, അവരെന്താ ചെയ്തിട്ടുള്ളത് പാർവതി. അപ്പൊ അത് അവരുടെ ആ ഒരു മേക്ക് ഓവറൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. പിന്നെ അതിനുശേഷം ഹിന്ദി സീരിയലുകൾ വന്നു. അപ്പൊ അതിനകത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോ ആയിട്ടുള്ളതാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ, അത് മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. റോ ആയിട്ട് വന്ന് അഭിനയിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ടുള്ള മേക്കപ്പിൻ്റെ അതിപ്രസരം കണ്ടു തുടങ്ങി. ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ കിച്ചണിൽ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ കാഞ്ചീപുരം സാരിയൊക്കെ കൊടുത്തിട്ട്. പക്ഷേ അതുകൊണ്ട് നല്ലൊരു ഇതും ഉണ്ടായിട്ടോ. അതിന് രണ്ട് ഇതുണ്ട്, നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശമുണ്ട്. കാരണം ആളുകൾ കുറേയും കൂടി മേക്കപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ആളുകൾ എറിയപ്പെട്ട പോലെയാണ്. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു കുറേയും കൂടി ഈ മേക്കപ്പ് എന്ന് പറയുന്ന സെൽഫ് കോൺഫിഡൻസ് അവർക്ക് കിട്ടി. ഞാൻ ഇന്നതാണ്. അപ്പോൾ ഇന്നലത്തെ സീരിയലിൽ അവരിട്ട പൊട്ട് അല്ലെങ്കിൽ അവരിട്ട ഓർണമെന്റ്സ്, അവരിട്ട കോസ്റ്റ്യൂം ഒക്കെ അന്വേഷിച്ച ആളുകൾ ഓടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഫാഷന്റെ ഒരു സ്റ്റെപ്പാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോ ഒരു മൂവി അല്ലെങ്കിൽ ഒരു സീരിയൽ എടുക്കുമ്പം അതിനൊരു ഒന്ന് അത് വരച്ചു വെച്ചിട്ടുണ്ട് അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പം എല്ലാവരും പല രീതിയിലാണ്, ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുക. അപ്പൊ ചിലവര് വളരെ റോ ആയിട്ട്, അതായത് ഇപ്പൊ ഞാൻ ഒരുപാട് എന്താ പറയാ, ഇപ്പം മിക്ക പടങ്ങളും ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന പടങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡയറക്ടറായിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് റോ ആയിട്ട് മതി, എനിക്ക് ക്യാരക്ടറായിട്ട് മതി, മേക്കപ്പ് ചെയ്യാന്നല്ല അവർ പറയാം, എനിക്ക് ക്യാരക്ടറാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പം എനിക്ക് അവിടെ ബേസ് അല്ല ചിലപ്പോൾ ഇടേണ്ടി വരിക, അയാളുടെ ഹെയർ സ്റ്റൈലായിരിക്കും എനിക്ക് മാറ്റേണ്ടി വരിക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 1700 കാലഘട്ടം ആണെന്നുണ്ടെങ്കിൽ, അല്ലെ 17-ാം നൂറ്റാണ്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ആ 17-ാം നൂറ്റാണ്ടിൽ എന്താണ് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നത്, ചിലപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമായിരിക്കും എനിക്ക് മാറ്റി പിടിക്കേണ്ടി വരിക.
അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ അത് അവിടെ മേക്കപ്പ് എന്നല്ല അതിനെ പറയാം, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. ചിലപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരാൻ ചിലപ്പോൾ ഒരു മറുകായിരിക്കും, ചിലപ്പോൾ ഒരു സ്ക്രാച്ച് ആയിരിക്കും കൊടുക്കുക. അപ്പൊ അത് മേക്കപ്പിന്റെ ഭാഗത്തിൽ തന്നെ. പക്ഷെ ഞാൻ അവിടെ ഓവറായിട്ടുള്ള വേറെ ഒന്നും ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല. ചെറിയൊരു ഇതിലായിരിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. അത് റോ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഈ സിനിമയിൽ ഇപ്പം പഴയ പ്രേക്ഷകരല്ല, അവർക്ക് കുറേ കൂടി സിനിമയെ പറ്റി അവർക്ക് സംസാരിക്കാനറിയാം, വിമർശിക്കാനറിയാം, ആസ്വദിക്കാനറിയാം. അവർക്ക് അതിനെപ്പറ്റിയുള്ള കുറ്റങ്ങൾ എടുത്തു പറയാൻ ഉള്ള എല്ലാവർക്കും ആസ്വാദകരുടെ തലം മാറിയിട്ടുണ്ട്. അവരെല്ലാം പറയുന്നു, ഞാനടക്കം എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അയ്യേ എന്തും മേക്കപ്പ് അത് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, അതിൽ ആ ഒട്ടും ചേരുന്നില്ല, ഭയങ്കര ഹെവി മേക്കപ്പിൽ വന്നിരിക്കുന്നു, ചില പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്നു നിന്നിട്ട് അങ്ങനെയുള്ള മേക്കപ്പിലൊക്കെ ചെയ്യുന്നു. അങ്ങനെ പ്രേക്ഷകർ വളർന്നിരിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ എല്ലാം വളർന്നു വന്ന പോലെ തന്നെ മേക്കപ്പിലേക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. തന്നെ ചോദിച്ച ചോദ്യത്തിന് മുഴുവനായിട്ട് എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്കൊരു പ്രൊജക്ട് കിട്ടിയാൽ അവിടെ ഒരു ആക്ടർ എങ്ങനെയാണ് അവിടെ ട്രാൻസ്ഫോം ചെയ്യണേന്ന് എനിക്ക് ഡയറക്ടറുമായിട്ട് സംസാരിച്ച് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിലേക്കും എത്തണം. ഇപ്പോൾ അതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്ന പോലെ ആർട്ടിസ്റ്റ് ട്രാൻസ്ഫോം ആകാൻ തയ്യാറാവണം. അതാ എന്താണ് അവര് അന്ന് ചെയ്യേണ്ടത്, സീൻ ബൈ സീൻ. ഇപ്പൊ ജോഗിങ്ങിന് പോകുന്നതും ഒരു മരിച്ച വീട്ടിൽ പോകുന്നതും ഒരു കല്യാണത്തിന് പോകുന്നതും എല്ലാം ഡിഫറെന്റാ. അപ്പൊ ആ രീതിയിലായിരിക്കണം അയാളുടെ എന്താ പറയാ വസ്ത്രവും മേക്കപ്പും എന്ന് പറയുന്നത്. അതിൽ ആ ക്യാരക്ടർ, ആ ആർട്ടിസ്റ്റ് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഡെഡിക്കേഷന്റെ കാര്യമല്ല പറയാ. ചില സമയത്ത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങാറില്ല. ചിലപ്പോ അവര് തന്നെ സ്വയം ചിലപ്പോ ചെയ്യും, ഞങ്ങളത് ചെയ്തിട്ടോ എന്ന് പറയും. അപ്പോ നമുക്ക് അവരോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചാണ് അതിനിടയ്ക്ക്. ചെമ്മീൻ സിനിമയിൽ ഷീല സുന്ദരിയാണ്, ഓക്കെ, അവരൊരു മത്സ്യ ഇതിൽ വരേണ്ട ഒരാളൊന്നും അല്ല അവരുടെ സൗന്ദര്യം അനുസരിച്ച്. പക്ഷെ അവർ സെലക്റ്റഡായി അവർ അഭിനയിക്കാൻ തുടങ്ങി. അതിൽ കോസ്റ്റ്യൂം ഷീലയിട്ടിരിക്കുന്ന ബ്ലൗസില്ലേ, ആ റൗക്ക എന്നാണ് അവർ പറയുക. അന്നത്തെ കാലത്ത് യോജിക്കാത്തൊരു റൗക്കയാണ് അവർ ഇട്ടിരിക്കുന്നത്. അത് ഷീല ഇട്ടപ്പോൾ അവർ തന്നെ പറഞ്ഞു അത് വേണ്ട, ഇവിടെ ഉണ്ട് കോസ്റ്റ്യൂം ഇവിടെ റെഡി ഉണ്ട്, അത് ഇടാം. പക്ഷെ അവർ ചെയ്തില്ല. അവർ കൊണ്ടുവന്ന ആ റൗ, കാരണം അവരുടെ സൗന്ദര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് ആണെങ്കിലും പഴയ ആർട്ടിസ്റ്റ് അവരുടെ ഗ്ലാമറിനെ താഴേക്ക് പോകുന്ന വിധത്തിൽ അവർക്ക് ഒരു വിമുഖത ഉണ്ടാവും. അത് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറേയും കൂടി എന്താ പറയുക പ്രോസസ്ഡ് ആണ്. അവര് മാറാൻ തയ്യാറാ. അതായത് അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു നാച്ചുറൽ രീതിയിലേക്ക് അവർ വരാൻ തയ്യാറാ. പ്രൊഫഷണൽ ആയിട്ടുള്ളവരുടെ പുറകെ ഭയങ്കര സുഖമാണ്. നമുക്ക് പറയണ്ട, അവര് തന്നെ ഇങ്ങോട്ട് പറയും ഞാൻ ഇന്നെ ചെയ്യട്ടെ. അല്ലപ്പോ ചിലപ്പോ നമുക്കൊരു പേടി വരും, അയ്യോ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇത് നെയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സീക്വൻസിന് എന്താണോ അവരത് മാറാൻ തയ്യാറാ. പക്ഷെ ചില സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിലായി പോകുന്നത് അവർക്ക് വേറെ പടങ്ങളിലെ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊന്ന് കണ്ണടയ്ക്കും, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അവിടെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞങ്ങൾ കാണികൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് നേരത്തെ കാണികള് ഇതുപോലെ അവരുടെ കോസ്റ്റ്യൂം ആയാലും ശരി. ഇപ്പൊ ഷീലയുടെ പറഞ്ഞു അവര് നെയിൽ പോളിഷ് ഇട്ടിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും ഞാൻ ഇതിന്റെ പഠന വിഷയം ആക്കിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം പഠിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പടങ്ങൾ കണ്ടിട്ട് അതിന്റെ എല്ലാ നെഗറ്റീവാണ് ഞാൻ ആദ്യം എഴുതി വെക്കുക. ഒരു പടം എടുത്തിട്ട് ഞാനിങ്ങനെ കാണുമ്പോൾ ഒരു 15ഓളം ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതി വെക്കുക. അവരത് ചെയ്തു, അവരിത് ചെയ്തു, ആ കണ്ടിന്യൂറ്റി അവിടെ മാറി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് പിന്നെ ഭാവിയിൽ വലിയ ഉപകാരമായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പടം ചെയ്യുമ്പോൾ ഈ കണ്ടിന്യൂറ്റി ഒരിക്കലും പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇന്നിപ്പോ ഒരു ആർട്ടിസ്റ്റ് ഒരു പൊട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഒരു പൊട്ട് വെച്ചു, ചിലപ്പോ അപ്പുറത്തോ ഇപ്പുറത്തോ വരുമ്പോ പൊട്ട് മാറിക്കഴിഞ്ഞാൽ പോയില്ലേ. അല്ലെങ്കിൽ നെയിൽ പോളിഷ് എന്തുമാവാം. അപ്പൊ ആ കണ്ടിന്യൂറ്റി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിൽ ഒരിക്കലും എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാനത് ഫോളോ ചെയ്യും. അവർ ചിലപ്പോൾ ചോദിക്കും അത് ആര് കാണാനാന്ന് ചോദിക്കും. ഞാൻ പറയാം അയ്യോ, അല്ലെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് പോയി കഴിയുമ്പോൾ, അതായത് മേക്കപ്പ് എന്ന് പറയുമ്പോൾ മിറ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വരാം. നിങ്ങളുടെ തലയിലെ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ എനിക്ക് അവിടെ എഴുതി കാണിക്കാൻ പറ്റുമോ ഞാൻ അന്ന് അബ്സെന്റ് ആയിരുന്നു, എന്റെ അസിസ്റ്റന്റ് ആണ് അവിടെ ചെയ്തതെന്ന് രീതി കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് ആര് ചെയ്തു എന്ന് വെച്ചാൽ മിറ്റാണ് ഇത് ചെയ്തതെന്ന് പറയും. അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്.
ഈ ഒരു പടം ചെയ്ത് ഇത് കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത പടം കിട്ടാൻ. ഇതിലെ വർക്ക് നല്ലതായിരുന്നു എന്ന് വേറൊരു ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ ഇത് കാണുന്നതാണ്. അവര് അടുത്ത പടത്തിൽ എന്നെ റെഫർ ചെയ്യണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു, ആ വിട്ടുവീഴ്ച എനിക്ക് ഒരു പടമായിരിക്കും നഷ്ടപ്പെടുക. എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കും. ഇപ്പം മിറ്റ തനിച്ചാണോ ഇതിൽ ഈ വർക്കിൽ ഇൻവോൾവ് ആവുന്നത്, അല്ലെങ്കിൽ മിറ്റയ്ക്ക് ഹെൽപ്പേഴ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ട്? അവരെന്താണ്, ഏത് വിധത്തിലാണ്? അതായത് ഇപ്പൊ നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇതൊരു വൺ മാൻ ഷോ അല്ല. അതാണ് അതായത് ഇപ്പോൾ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, 10-20 ആർട്ടിസ്റ്റ് ഉള്ള ഒരു മൂവി ആണെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ നിന്നിട്ട് ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഫ്രെയിം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഇതിപ്പോൾ രാവിലെ തുടങ്ങുന്നു, എക്സ്റ്റീരിയർ ആണെങ്കിൽ ചേഞ്ചസ് വരാം, നമ്മളിട്ടിരിക്കുന്ന മേക്കപ്പ് ഡള്ളായിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിനെ സ്റ്റേബിളായിട്ട് നമ്മൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്, കണ്ടിന്യൂറ്റി നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, മേക്കപ്പിനായാലും കോസ്റ്റ്യൂമിനായാലും കണ്ടിന്യൂറ്റി നോക്കാൻ ആളുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കും നമ്മളുടെ ടീമിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് മേക്കപ്പ് അസിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈലിസ്റ്റും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് സെറ്റാക്കി ഇന്നതൊക്കെയാണ് ചെയ്യാനുള്ളത്, സീൻ ബൈ സീൻ ഇങ്ങനെയാണെന്നുള്ളത് ഇവരെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ആർട്ടിസ്റ്റിനും എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് അവർ പോകണം. പിന്നെ പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടാകും അവർക്ക്. പിന്നെ അതായത് അവരാണല്ലോ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനൊപ്പം കൂടെ ഉണ്ടാവാം. അങ്ങനെ അപ്പം നമ്മളായിരിക്കും ഇതിൻ്റെ ഇപ്പം എന്താണ് സീനെന്നോ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത്, സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളത് പറയുന്നത് അവരതൊന്ന് കേൾക്കേണ്ടി വരും. ഇത് വന്നിട്ടുണ്ടോ? ധാരാളം, ഇഷ്ടം പോലെ. എന്നുവെച്ചാൽ ഞാനൊരു സ്ത്രീ ആയതിന്റെ പേരിൽ ഇപ്പൊ എന്റെ അസിസ്റ്റൻസ് മെയിലാണെങ്കിൽ അങ്ങനെയാണല്ലോ ഇപ്പോഴും, വേറെ സ്ത്രീകളില്ലാത്തതുകൊണ്ട് പുരുഷന്മാർ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പം ആജ്ഞാപിക്കല്ല, ഓർഡറും അല്ല, ബിക്കോസ് അത് നമ്മുടെ വർക്കാണ്. അവരും വർക്ക് ചെയ്യുന്നു, പൈസ കിട്ടുന്നു. അപ്പൊ അയ്യോ അതൊന്ന് പോയി ചെയ്യണോട്ടാ മോനെ എന്നാ നമ്മൾ പറയാ. പക്ഷെ ചിലപ്പോ ഈഗോ വർക്ക് ചെയ്യും. അവരവരുടെ രീതിയിൽ ചിലപ്പോൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വഴക്ക് കിട്ടുന്നത് ഞാനായിരിക്കും. എന്നോടായിരിക്കും ഡയറക്ടർ വിളിച്ചിട്ട് ചോദിക്കുക ഇതെന്തെങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ ഒരു പേഴ്സണൽ ആയിട്ട് ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്, അവര് എന്താ പറയാ വരുമ്പോ തന്നെ മേക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരെ അവര് വന്നിട്ട് റൂമിൽ കയറി അവർ ഡ്രസ്സ് ചെയ്ത് അവർ മേക്കപ്പ് ചെയ്തിട്ട് കയറും. അപ്പോ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർ പറയും ഞങ്ങൾ ചെയ്തിട്ടോ എന്ന് പറയും, പക്ഷെ ആ സീക്വൻസ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാവില്ല. ലാസ്റ്റ് ഫ്രെയിം വെച്ചു ആക്ഷൻ പറഞ്ഞ ശേഷമാണ് ഡയറക്ടർ ചോദിക്കാൻ പറ്റിയത് ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇത് ഇങ്ങനെ വേണ്ടല്ലോ എന്ന് പറയുമ്പോ ഞാൻ പറയും അയ്യോ ഇത് ഞാനല്ലോ ഇങ്ങനെ കാണിക്കുള്ളൂ, ഞാൻ മിണ്ടില്ല, ഞാനല്ല ഇത്രേ പറയുള്ളൂ. കാരണം എല്ലാ സെറ്റിലെ എല്ലാവരും അത് കേട്ടോണ്ടിരിക്കുക, അവർ വിചാരിക്കുന്നത് അത് എന്റെ മിസ്റ്റേക്ക് എന്നാണ്. അത് എന്റെ മിസ്റ്റേക്ക് അല്ല. അപ്പോൾ ഞാനല്ല എന്ന് പറയുമ്പം അവർ പറയും അയ്യോ അത് തുടച്ചു മാറ്റണം കേട്ടോ, നമ്മുടെ സീക്വൻസ് ഇതാണെന്ന് പറയും. അപ്പോൾ നമുക്ക് വിഷമം വരുന്നൊരു കാര്യം, നമ്മൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് എത്രയോ ദിവസം കൊണ്ട് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡപ്പ് ചെയ്തു, അത് ഡയറക്ടർ അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമ്മൾ ആ പൈസ മേടിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പണിക്കാണ്. പക്ഷെ നമ്മൾ ആ ഡിസൈൻ വെറുതെ ഒരു ബേസ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് അല്ലെങ്കിൽ ഒരു ബേസ് ഇട്ട് മുടി ഗ്രൂം ചെയ്ത് വെക്കുന്നതല്ല, നമ്മൾ ആ ക്യാരക്ടറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഇങ്ങനെ ചോദ്യം വരും, അതിന്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ ആയല്ലോ, അത് നിങ്ങളെന്താ അങ്ങനെ കൂടുതൽ മേക്കപ്പ് ഇട്ടത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത മലയാളം മൂവി എന്ന് പറയുന്നത് കൂടെയാണ്. ഉടലാഴമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്, പക്ഷെ കൂടെയാണ് റിലീസായത്. ആ കൂടെ ചെയ്ത സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് ഫോൺ കോൾസ് വരുമായിരുന്നു, നസ്രിയുടെ മേക്കപ്പ് നല്ലതായിരുന്നു കേട്ടോ, അതെങ്ങനെ ചെയ്തേ, മേക്കപ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ, ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ എന്ന്. അപ്പൊ ഞാൻ മേക്കപ്പ് എല്ലാവർക്കും അറിയേണ്ടത് മേക്കപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, റോ ആയിട്ടാണെന്ന്. പക്ഷെ അല്ല, അവിടെ 7 ബേസ് 5-6 ബേസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. എന്നെ ആദ്യം ആ മൂവിയിലേക്ക് എന്നെ വിളിക്കുമ്പോ പറഞ്ഞാൽ റോ ആയിട്ടാ വേണ്ടത്, മേക്കപ്പ് ഇട്ടെന്നറിയരുത്. അതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഗൈഡൻസ്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഞാൻ ശ്രദ്ധിച്ചു. അത് ഓരോ ക്യാരക്ടറിനും ആ മേക്കപ്പ് എന്നതിലുപരി അവരുടെ സ്കിൻ ടോൺ ആദ്യം മുതൽ അവസാനം വരെ മാറാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മേക്കപ്പ് ചെയ്തുകൊണ്ട് മാത്രം സ്കിൻ ടോൺ ഒരേപോലെ നിലനിർത്താൻ പറ്റത്തില്ല.
അതിനൊരുപാട് ഇത് ബാലൻസിങ് വേണം. എല്ലാ ആർട്ടിസ്റ്റിനും ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്തു എന്നതല്ല എനിക്ക് അതിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ്. എല്ലാവരും എന്നെ എന്താ പറയുക നല്ലത് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആസ് എ മേക്കപ്പ് ഡിസൈനർ, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു അതായത് വേറൊന്നുമല്ല, മേക്കപ്പ് ചെയ്തിരുന്നോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ക്യാരക്ടർ വൈസ് നമ്മൾ അതങ്ങനെ ആക്കിയെടുത്തു. അതിന് ഒരുപാട് സമയം നമുക്ക് വേണമായിരുന്നു. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതിന് സമയമെടുത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി പോയതുകൊണ്ടാണ് ആ മൂവിയിലെ ഓരോ മേക്കപ്പും ബ്യൂട്ടിഫുൾ ആയി മാറിയത്. ഇപ്പൊ വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാരും നടികളും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോടുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു അപ്രോച്ചും, യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ടല്ലോ കുറെ പേര്, അങ്ങനെ അവർ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. എനിക്ക് എപ്പോഴും എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാനായിട്ട്. കാരണം അവര് നമുക്ക് തരുന്ന ഒരു വാല്യൂ, ഇപ്പോ കുറച്ചധികം പേരുണ്ട് ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ അവര് നമ്മള് മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവര് റെഡി ആയിട്ടിരിക്കും ആ ചെയറിൽ, വരൂ. പിന്നെ അവർക്കൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മളോടും കൂടി ഒന്ന് കൈ തന്നിട്ടാണ് നമ്മൾ ആ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അതൊരു ബ്ലെസ്ഡ്, അതായത് അവരുടെയും ഒരു ഇതാണ്, നമുക്കും ആ ഒരു എന്താ പറയാ റെസ്പെക്ട് തന്നിട്ടാണ് അത് തുടങ്ങുക. അത് തുടങ്ങി നമ്മളത് കൃത്യമായിട്ട് ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് നമ്മൾ അവസാനം അവരാ മിറർ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊന്ന് ചിരിച്ചിട്ട് നമുക്കൊന്ന് കൈ തന്നിട്ടാണ് എഴുന്നേറ്റ് പോവാം. താങ്ക്ഫുൾ. അതിനുശേഷം ഇവർ ആ ക്യാരക്ടർ മുഴുവൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ നമ്മുടെ അടുത്തൊന്ന് അത് അഴിക്കാൻ പറയും. അതൊരു പ്രോസസ്സാണ്. ഈ മൂവി കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു ഇതുണ്ട്, ആ ക്യാരക്ടർ നമ്മൾ അതിൽ നിന്ന് കളയുവാണ്. പക്ഷെ അത് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിങ്ങനെ വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഹറിബറി ആവുന്നു, ഇറങ്ങി പോകുന്നു, നമ്മളൊന്നും കാണുന്നില്ല. ചിലപ്പോ ഞാൻ അപ്പുറത്ത് മാറിയിരിക്കുമ്പോ അവരവരുടേതായ ലിപ്സ്റ്റിക് എടുത്തിടുന്നു. അപ്പൊ ചിലപ്പോ കണ്ടിന്യൂറ്റി അവിടെ മാറിപ്പോവും. അപ്പൊ ഞാനിങ്ങനെ പറയും, അയ്യോ ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ട് പറയും അവിടെ എന്തോ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെന്ന് ചോദിച്ചേക്കട്ടോ എന്ന് പറയും. വലിയൊരു വിഷമാണല്ലേ. അതെ. പക്ഷെ അക്കാഡമിക്കലി പഠിച്ചിട്ട് വന്നിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കാരണം അവര് ഈ പറഞ്ഞ പോലെ അവരുടെ ബോഡി ലാംഗ്വേജ് ആയാലും അവരുടെ കോസ്റ്റ്യൂമിലായാലും അവർ ഒരുപാട് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. ഇപ്പോഴത്തെ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അത് കണ്ണ് ഇവിടെ മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. പല ഭയങ്കര ചാലഞ്ചിങ് മേക്കപ്പ് ക്യാരക്ടേഴ്സ് വരുന്നത് കമലഹാസന്റെ ഒക്കെ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ചാലഞ്ചിങ് മേക്കപ്പ് വന്നിട്ടുണ്ടോ? ഞാന് 38 പടം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതില് 31 പടവും എന്നെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് ആയിരുന്നു. എക്സ്പീരിയൻസ് തന്നെ പറയാം. കാരണം അതിലൊരു 15 പടത്തോളം ഓങ്കോളജി സബ്ജക്റ്റ് ആയിരുന്നു. പ്രൊസ്തറ്റിക് എന്ന് പറഞ്ഞ വിഭാഗമാണ്. അപ്പൊ എനിക്കൊരു മൂവി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു കൃത്യമായൊരു സ്റ്റഡി അവിടെ ആവശ്യമാണ്. പ്രൊഡക്റ്റ് ആയാലും ശരി, ആർട്ടിസ്റ്റിന്റെ സ്കിൻ ടോൺ, അവർ അലർജിക് ആണോ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ്, ഇതെത്ര സമയം ഈ മേക്കപ്പ് അവിടെ നിൽക്കും. കാരണം ഞാനൊരു മേക്കപ്പ് ചെയ്യാൻ ചിലപ്പോൾ 6 മണിക്കൂർ എടുത്താൽ റിമൂവ് ചെയ്യാനും ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കും. അപ്പൊ അതൊരു ഹോൾ ഡേ പ്രോസസ് ആണെങ്കിൽ എനിക്ക് ആ മേക്കപ്പിനെ അവിടെ സ്റ്റേബിലിറ്റി കൊടുക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, അതിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്, ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കൃത്യമായൊരു സ്റ്റഡി ചെയ്തിട്ടാണ് ചില മൂവീസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എൻ്റെ അസിസ്റ്റൻസ് എൻ്റെ കൂടെ ഉണ്ടാവണം, ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എൻ്റെ കൂടെ ഉണ്ടാവണം. ചിലപ്പോൾ എനിക്ക് ആർട്ടിലെ ആൾക്കാരുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും, കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് ഗൈഡൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്തിട്ട് ചിലപ്പോൾ രാത്രി 11-12 മണിയാകുമ്പോഴായിരിക്കും നമ്മളൊന്ന് ബ്രീത്ത് എടുക്കുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് സങ്കടം വരുന്ന കാര്യം ചിലപ്പോൾ നമ്മളെ മറന്നുപോകും. എല്ലാവരും പ്രൊഡക്ഷനിൽ പോയി ഫുഡൊക്കെ കഴിക്കും കൃത്യസമയത്ത്. നമ്മള് ചിലപ്പോൾ കാരവന്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ ഒരു റൂമില് എന്ന് വെച്ചാൽ നമുക്കൊരു കംഫർട്ട് സോൺ നമ്മൾ കണ്ടെത്തി നമ്മൾ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചോ, നമ്മൾ വെള്ളം കുടിച്ചോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ചിലപ്പോൾ അവിടെ ആളുണ്ടാവില്ല. എനിക്കും സമയം ഉണ്ടാവില്ല. കുറെ നേരം കഴിഞ്ഞ് ഞാൻ ഫുള്ളി ടയേർഡ് ആകുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, ഞാൻ ഫുഡ് കഴിച്ചില്ലല്ലോ, ഞാൻ വെള്ളം കുടിച്ചില്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ പിന്നെ ഞാൻ കുറെ സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പം സെറ്റിൽ പോയാൽ എൻ്റെ ബാഗിൽ അത്യാവശ്യം ഒന്ന് പിടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ മറന്നു പോകുന്നതാവാം.
അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടാത്തതാവാം. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആസ് എ ലേഡി എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് അവിടെ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ അവർ ഭയങ്കര ബോൾഡായി തന്നിഷ്ടമായി അങ്ങനെയും കേൾക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരമല്ലേ, എന്റെ വിശപ്പല്ലേ, അത് കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എനിക്ക് അവിടെ വേറെ പ്രശ്നമില്ല, എന്റെ ബാഗിലുണ്ട്, അത്യാവശ്യം പിടിച്ചേക്കാനുള്ള സാധനം എന്റെ ബാഗിലുണ്ടാവും. അങ്ങനെ ആവാൻ തുടങ്ങി നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ തുടങ്ങി. അതല്ലാതെ ഞാൻ ഓൾവേസ് എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുന്ന രീതി ഞാൻ ആദ്യം തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഞാൻ മാറി. ഒരു വുമൺ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മിറ്റ എന്താണ് അവിടെ, മിറ്റയ്ക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്നതോ അല്ലെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ. അതെ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ ചോദിച്ചത് വളരെ വാല്യുബിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോ ഇന്ത്യയിൽ തന്നെ അല്ലെ, ഇതൊരു വലിയൊരു ഫൈറ്റിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നത്. അതായത് 60-65 വർഷം, അതായത് ഇന്ത്യയിൽ തന്നെ സിനിമ വ്യവസായം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു സ്ത്രീ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരത്തോടുകൂടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് അറിയാതെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതും. ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും, മറ്റു പ്രൊഫഷൻ പോലെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചു, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം തന്നെ പഠനം മുന്നോട്ട് പോകുന്നു, എൻ്റെ ഫാമിലി ലൈഫ് എനിക്ക് മുന്നോട്ട് പോകണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പലപ്പോഴും ഇതിൽ നിന്ന് ഞാൻ പിന്മാറാൻ ശ്രമിച്ചു. കാരണം ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതല്ല, എനിക്ക് സപ്പോർട്ട് വരുന്നില്ല, അല്ലേ, സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ചിന്തിക്കുമ്പം എന്തോ ഒരു ശക്തി എന്നെ ഫോഴ്സ്ഫുള്ളി തിരിച്ചതിനകത്തേക്ക് വലിച്ചിടുന്നുണ്ട്. തീർച്ചയായും 3 തവണ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. 3 തവണ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും 3 പ്രാവശ്യവും എനിക്ക് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പൂവിന് വേണ്ടി നമ്മൾ കൊതിക്കുമ്പോൾ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് കിട്ടുന്നത്. പക്ഷെ അത് ഒരു വശം മാത്രമാണ്. കാരണം സ്ത്രീകൾക്ക് പൊതുവെ ആത്മധൈര്യം കൂടുതലാന്നൊക്കെ കേട്ടിട്ടുള്ളത്. കാരണം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ചില നേരം ഞാൻ വിചാരിക്കും എനിക്കത് പറ്റണം. ഞാൻ ആലോചിച്ച കാര്യം, ഒരു സ്ത്രീ അവിടെ എന്താ പറയാ, പ്രധാനമന്ത്രിയായിട്ടൊരു സ്ത്രീ ഉണ്ടായി, അവര് അല്ലെ ബഹിരാകാശത്തിൽ പോയി, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അത് മുഴുവൻ സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. ഈ മേക്കപ്പ് എന്ന് പറയുന്ന മേഖല ഇത് ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല. അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എക്സ്പീരിയൻസ് ആണ് അവിടെ വേണ്ടത്, പഠനം ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അവിടെ കൊടുത്തിട്ടും എനിക്ക് വ്യക്തമായൊരു മറുപടി കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ നിർത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അറബിക് മൂവിക്ക് ശേഷം അപ്പോഴാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്, അപ്പോഴാണ് മനസ്സിലാവുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ വർക്ക് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായി. എനിക്ക് അവിടെ നിന്നൊരു ഗൈഡൻസ് കിട്ടി. അങ്ങനെ ഞാൻ വർഷങ്ങളോളം മുംബൈയിലായിരുന്നു. എനിക്ക് മുംബൈ യൂണിയന്റെ പെർമിഷൻ കിട്ടി. ആ മുംബൈ യൂണിയന്റെ പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് 37 പടം ഞാൻ ചെയ്തത്. ആ ഒരു ധൈര്യമായിരുന്നു അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ അവർ മുംബൈയിലാണെങ്കിലും ഞാൻ കൂടുതലും കേരളത്തിലധികം നിന്നിട്ടില്ല. ഒരിക്കലും ഇവിടെ എനിക്ക് ഈ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യവും കൂടി എനിക്കുണ്ടായിരുന്നു. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ അന്നും ഇന്നും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. എനിക്കൊരു ഗോഡ് ഫാദറോ ഗോഡ് മദർ എന്ന് പറയുമ്പം എനിക്ക് അവിടെ ഒരു പേര് എനിക്ക് എന്നും എടുത്തു പറയേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു അദൃശ്യ ശക്തി എടുത്തിടുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കൊതിച്ച കുറേ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഫാൻ ഇതാണ്. അല്ല, ഇപ്പോ അഞ്ജലി മേനോൻ, പിന്നെ ശ്യാമപ്രസാദ് സാറ്, പിന്നെ സനൽകുമാർ ശശിധരൻ, ഡോൺ പാലത്തറ. അപ്പോൾ ഇവരൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടേഴ്സാണ്. ഇവരുടെയൊക്കെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതും സെലക്റ്റീവ് ആയിട്ടുള്ള പടങ്ങളാണ്. കുറേയധികം പടങ്ങൾ ചെയ്യുക എന്നതിലുപരിയായിട്ട് ചെയ്തത് മുഴുവൻ അവിടെ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളാണ് എന്ന് പറയാൻ എനിക്ക് വളരെയധികം
അഭിമാനമുണ്ട്. ഓരോ പ്രാവശ്യം IFFKയിലേക്ക് അത് സെലക്ട് ആവുമ്പോഴും ഞാൻ അതായത് ഒരു പടം തിയേറ്ററിൽ വന്നു പോവുക എന്നതിലുപരി എനിക്ക് ഫെസ്റ്റിവലിലേക്ക് അത് സെലക്ട് ആവുക എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് ആയിട്ട് അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രൊജക്ട്സ് സിഡിറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുഫിഷനും ഡോക്യുമെന്ററിയും പരസ്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം തന്നെയാണ്. ഈ മേക്കപ്പ് ഇതില് കാർഡ് കിട്ടുക എന്നുള്ള ഒരു ഞാൻ അതിലാണ്. അപ്പൊ ഞാൻ ഈ മുംബൈ യൂണിയനുമായിട്ട് കണക്റ്റഡ് ആയി അവിടെ നിന്നാണ് എൻ്റെ ഒരു ഇത് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ഞാൻ അനുഭവിച്ചൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സപ്പോർട്ട് മുംബൈയിൽ നിന്നാണ്. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ആരോട് ചെന്ന് പറയും, ഞാൻ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ കഴിഞ്ഞ 2021 ഞാൻ വിചാരിക്കണേന്ന് എനിക്ക് പറ്റുന്നില്ല, ഇറ്റ്സ് ഓവർ, എല്ലാം കൊണ്ടും ഞാൻ സ്ട്രെസ്ഡ് ആയി. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഓ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്, ഒരു സ്ത്രീ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. പറയാൻ വളരെ എളുപ്പമാണ്. അനുഭവത്തിലൂടെ കടന്നു പോകുമ്പം ലൈക്ക് നമ്മളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷൻ എന്നതിലുപരി എൻ്റെ ഡെയിലി ബ്രെഡാണത്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്. എനിക്ക് വേറെ ഇൻകം ഇല്ല. അതാ കോവിഡ് സമയത്തും ഫ്ലഡിന്റെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാ. പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും കണ്ടിന്യൂസ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വർഷം 2, 3, 4 പടങ്ങളായിരിക്കും. പിന്നെ എല്ലാ കണ്ടുവരുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും മിക്ക പടങ്ങളും ഇങ്ങനെ ഒരുമിച്ച് പോവുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. പിന്നെ എനിക്ക് അറിയില്ല, അതായത് ഇതുവരെ എനിക്ക് കിട്ടിയ എല്ലാ വർക്കുകളും ഒന്നില്ലെങ്കിൽ എൻ്റെ സൗഹൃദങ്ങളിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളതാ. ഇപ്പോൾ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ ക്യാമറമാനോ നമ്മുടെ അടുത്ത സുഹൃത്താണെങ്കിൽ അവർ പറയും ഞങ്ങൾ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്, മിറ്റത് ചെയ്യണം എന്ന് പറയും. സന്തോഷം. നമുക്ക് അവരുടെ ഒപ്പം ഭയങ്കര, അതായത് നമുക്ക് വേറെ എന്ത് പ്രശ്നങ്ങളും അവരോട് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. എനിക്ക് പരിചയമില്ലാത്ത ഒരു ക്രൂവിലേക്ക് ഞാൻ ഇതുവരെ ചെന്നിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല പടങ്ങൾ. ഇപ്പൊ മലയാളം ഇത് എത്ര 28 ഇല്ല, മലയാളം മലയാളം എന്ന് പറയുമ്പോൾ ഒരു 20-22 പടം, 21. വേറെ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ടോ? തമിഴ്, ഹിന്ദിയോ? തമിഴ്, അതായത് അറബിക് ആണ് ആദ്യം, പിന്നെ ഭോജ്പൂരി, കന്നഡ, തമിഴ്, അങ്ങനെയാണ് പോയിട്ടുള്ളത്. കാരണം എനിക്ക് ലാംഗ്വേജ് ആക്ച്വലി എനിക്ക് ഭയങ്കര പല ലാംഗ്വേജിൽ വർക്ക് ചെയ്യാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമാണ്. ഹോളിവുഡ് 2 പടം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഹോളിവുഡും ബോളിവുഡും ടോളിവുഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളവും എനിക്ക് പറ്റി. തെലുങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും അവസാനം ഞാൻ കേരളത്തിലാണ് മലയാളമാണ് ചെയ്തതെന്ന് എനിക്ക് പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓരോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും, നമുക്ക് ലാംഗ്വേജ് അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ടുള്ള നല്ല സബ്ജക്റ്റും നമുക്ക് വർക്ക് ചെയ്യാൻ എന്തെങ്കിലും അവിടെ വേണം. വെറുതെ ഒരു ബേസ് ഇട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു മേക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്കൊരു മാർക്ക്, കാരണം ആ പടം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാലും അവിടെ ഇന്നതായിരുന്നു ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നത്, ആ കഥാപാത്രം മാറിപ്പോയി അല്ലെങ്കിൽ മേക്ക് ഡൗണോ മേക്ക് അപ്പാണോ അവിടെ ചെയ്തിരുന്നത് എന്നുള്ളൊരു സംശയം പ്രേക്ഷകരിലോ കാണുന്നവരിലോ എനിക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സിനിമകളെന്ന് പറഞ്ഞാൽ കുറെ കൂടി നാച്ചുറൽ ഇതിൽ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ ആ ഒരു മേക്കപ്പിൽ, അല്ല ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും തലമുടി കെട്ടാണെങ്കിലും ഒക്കെ നാച്ചുറൽ ഇതിൽ ചെയ്തു. അത് അതിൻ്റെതായുള്ള ബ്യൂട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങൾ ആസ്വാദകർക്ക് അത് അനുഭവസ്ഥമാകുന്നുണ്ട്. അത് അത്രയും വളർന്നിട്ടുള്ള ഒരു ഇതിലേക്ക് ആസ്വാദകർ വളർന്നിരിക്കെ നിങ്ങൾ അതിലേക്ക് എന്താണ് കൂടുതൽ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ? എനിക്ക് അവിടെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ തന്നെ ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവര് കുറെ അധികം സ്റ്റഡീസ് നടത്തുന്ന ആൾക്കാരാണ്. മീഡിയയുടെ പ്രസരം നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ചെയ്താലും കോസ്റ്റ്യൂം ധരിച്ചാലും അവർ ഭയങ്കരമായിട്ട് അവെയറാണ് അവിടെ. നാളെ അതല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ ഒരുപാട് വിമർശനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ചെമ്മീൻ എന്ന് പറയുന്ന മൂവി ഇന്നത്തെ കാലഘട്ടത്തിലാണ് പിടിച്ചിരുന്നതെങ്കിലോ, അല്ലെങ്കിൽ ആകാശദൂത് എന്ന് പറയുന്ന അല്ലെ ആക്ടർ മാധവി അഭിനയിച്ച ആ മൂവി അത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് എടുത്തിരുന്നതെങ്കിലോ ഭയങ്കര വിമർശനങ്ങൾ അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ലിജോ പല്ലിശ്ശേരിയുടെ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുക, എന്താണ് അവരവിടെ കൊടുക്കുന്നത്, പ്രേക്ഷകർക്ക് എന്ത് മാജിക്കാണ് അവിടെ കൊടുക്കുന്നത്. കാരണം ഓരോ ഡയറക്ടേഴ്സും ഇന്ന ജോണറിലാണ് പടങ്ങൾ എടുക്കുന്നത് അല്ലെ? എന്ന് മണിരത്നം മൂവീസ് നമ്മളിങ്ങനെ കാത്തിരിക്കുക.
ഇപ്പോൾ ക്യാമറമാൻ രവിവർമ്മൻ, പുള്ളിയുടെ ഫ്രെയിം എന്താണ്, പുള്ളി വെച്ചാല് നമ്മള് ടെക്നിക്കലി ആളുകൾ ചിന്തിച്ചു തുടങ്ങി. ചിലപ്പോ ഒരു പടത്തില് ഫ്രെയിമുകളിലായിരിക്കും അല്ലെ ആളുകളെ ഇതാക്കുക, ലൊക്കേഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും. ചിലപ്പോ ഒരു മൂവിയില് അവരുടെ കോസ്റ്റ്യൂം ആയിരിക്കും, ചിലപ്പോ മേക്കപ്പ് ആയിരിക്കും, ആർട്ടായിരിക്കും, ചിലപ്പോൾ ഡയലോഗ്സ് ആയിരിക്കും. തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞ സൗണ്ട് എന്ന് പറയുന്നത് വ്യക്തിനെ ആൾക്കാർ അറിയില്ല. ഇപ്പൊ സൗണ്ട് എന്ന് പറയുമ്പോ രംഗനാഥ് രവി അല്ലെ, എഡിറ്റിംഗ് എന്ന് പറയുമ്പോ അപ്പു ഭട്ടതിരി, പിന്നെ മ്യൂസിക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും വിജിബാൽ അല്ലെ, റെക്കോർഡിംഗ്, അതെ, എല്ലാം ഇപ്പോ ഡബിങ്, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷെ ചില കാര്യത്തിൽ എനിക്ക് ചില സമയത്ത് ഒരു സങ്കടം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ മേഖലയും ചിലപ്പം അവിടെ എടുത്ത് കാണിക്കും. ചില നേരത്ത് ഞാൻ ചെയ്ത പടങ്ങളിൽ പോലും ചിലപ്പോ ക്രെഡിറ്റ്സ് വരുമ്പോ ഞാൻ വിളിച്ചിട്ട് ചോദിക്കും, അയ്യോ എന്റെ പേര് കണ്ടില്ലല്ലോ, എന്ത് പറ്റി, അയ്യോ അത് മറന്നുപോയതാട്ടോന്ന് അങ്ങനെ പറയും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ എനിക്കത് അവരെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അത് ഞാനെന്നൊരു വ്യക്തിനെ മാറ്റി നിർത്തപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്, മറന്നു പോകുന്നുണ്ട്. അതുപോലെ ഇപ്പൊ കിട്ടുന്ന ഒരു വേദനയല്ല, അത് വേദനയാണ്. നമ്മളിങ്ങനെ ഇത്രയധികം ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു എന്താ പറയാ ശാപമോഷം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പറയുമ്പം കേരളത്തിലെ ആദ്യത്തെ മേക്കപ്പ് കാർഡ് കിട്ടിയ ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പം ഒരുപാട് സ്ത്രീകള് പുറകിൽ നിന്ന് നോക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സക്സസ് ആണ് അവർ നോക്കുന്നത്. ഞാൻ ഈ പ്രൊഫഷനിൽ എന്ത് ചെയ്തു, ഞാനിവിടെ സ്ട്രെസ്ഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണോ, ഞാൻ വിജയിച്ചോ എന്ന് ഇവര് നോക്കുന്നുണ്ട്. ഞാൻ എവിടെ തുടങ്ങി അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്കൊരു വലിയൊരു എന്താ പറയാ ഭയങ്കര വലിയ മാറ്റമൊന്നും എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പേഴ്സണലി ഞാനത് എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ എന്റെ പുറകെ വരുന്ന ഇപ്പൊ എന്റെ സ്ട്രഗിൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ മക്കളെ ഈ ഒരു പ്രൊഫഷനിലേക്ക് വിടുമോ? ഇല്ല, തീർച്ചയായും വിടില്ല. കാരണം എനിക്കിവിടെ കിട്ടുന്ന വില എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ വില എന്ന് പറയുമ്പോൾ നമ്മളൊരു മൂല്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു വർക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഒരു പടം ചെയ്താൽ നമുക്ക് ഇത്ര രൂപ അതിൽ നിന്ന് കിട്ടണം അല്ലെ, നമ്മളെ ബ്രെഡാണത്. അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മളുടെ മൂല്യം കുറച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ ഒരു വർഷം ഒരു പടം ചെയ്തുകൊണ്ട് എനിക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല അല്ലേ? എനിക്ക് ആവശ്യമായത് അവിടെ നിന്ന് കിട്ടണം. അതല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് പണിയെടുക്കാൻ പറ്റും അല്ലെ? ഒരു 10 കൊല്ലം അല്ല 15 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പെൻഷൻ ഉണ്ട്, ആജീവനാന്തം, ESC ഉണ്ട്, എല്ലാ പ്രൊഡക്ഷനും ഉണ്ട്. എനിക്ക് അവിടെ എന്ത് കിട്ടുന്നു? ഇപ്പൊ നമ്മള് ദിവസവും കാണുന്നുണ്ട് ഓരോ സിനിമയില് വർക്ക് ചെയ്ത ഓരോ മനുഷ്യരും ഒന്നുമല്ലാതെ പോകുന്നു, അവര് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അവർക്കൊരു സപ്പോർട്ടില്ല. ഫാമിലി ലൈഫിൽ ചിലപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും പോവാൻ നോക്കുമ്പം. ഈ സിനിമ എന്ന് പറയുമ്പം ഒരു ലൈം ലൈറ്റ് ആണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നീഷ്യൻസും ഇന്നും ഞാനത് ഉറപ്പിച്ച് പറയും 100-75 പേരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത്. എല്ലാത്തിനും ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് ഞാൻ നല്ലത് പറഞ്ഞില്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇതുവരെ കടന്നു വന്നത് സ്ട്രഗിൾഡ് തന്നെയാണ്. നാളെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്റെ പുറകെ ഒരുപാട് സ്ത്രീകൾ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് എന്താണ് വരണം എന്നാണോ? അല്ല, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് മിറ്റയ്ക്ക് പറയാൻ? വരണം, അവരും ഫൈറ്റ് ചെയ്യണം. ചിലപ്പോ കുറെ ഞാൻ പറഞ്ഞില്ലേ മാറ്റങ്ങളുടെ കാലഘട്ടമാണത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ മീഡിയ ഉണ്ട് അല്ലെ? അതിനെ വൈറലാക്കണോന്ന് അവര് വരെ ചിന്തിക്കും. ഞാനൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് അത് അക്സെപ്റ്റൻസ് വേണം. ഇപ്പൊ എന്റെ പണി എന്താണ്? മേക്കപ്പാണ് എന്നതിലുപരി ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ഞാനൊരു പബ്ലിക് സ്പേസിൽ പോയി നിൽക്കുമ്പോഴും ഞാൻ തന്നെ ഒരു വ്യക്തി അവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ പറ്റണേന്ന് വെച്ചാൽ നാളെ നമുക്കെതിരെ ഒരു പ്രസ്താവന വരരുത് അവിടെ.
നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളുടെ വരരുതെന്ന് പറഞ്ഞാലും വരാതിരിക്കോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ അതനുസരിച്ച് വേണം നമ്മളുടെ ഒരു മൊത്തത്തിൽ നമ്മൾ തന്നെ ഒന്ന് നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ബ്രൈറ്റ് ആയിട്ട് അല്ലെ നല്ല സ്മാർട്ടായിട്ട് അല്ലെ ക്ലവർ, നമ്മുടെ എല്ലാ ഇന്റലിജൻസും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ടാലൻസും ഓപ്പൺ ചെയ്ത് അത് ചെയ്തെന്നാൽ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ സൊസൈറ്റി അത് വലിയ അംഗീകരിക്കുന്നില്ല. അതിപ്പോ തന്നെ ഞാൻ അതിനെ അതായത് 2 കാര്യങ്ങളുണ്ട് അതില്. ഇപ്പൊ പേഴ്സണൽ ലൈഫുണ്ട്, പ്രൊഫഷണൽ ലൈഫുണ്ട്. പേഴ്സണൽ ലൈഫ് വേറെയാണ്, പ്രൊഫഷണൽ ലൈഫ് വേറെയാണ്. അത് രണ്ടും കൂട്ടിക്കുഴക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതം എന്താന്ന് പറയാന്ന് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അവര് ഫീൽഡിൽ വന്നിട്ട് അവർ വിജയിച്ചോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെ, അവർക്ക് അതനുസരിച്ചുള്ള ഏണിംഗ് കിട്ടുന്നുണ്ടോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനു സിനിമയിലേക്ക് പോയി, നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് കാശുണ്ടാക്കായിരുന്നല്ലോ, ഫോട്ടോഷൂട്ട് ചെയ്യായിരുന്നല്ലോ. ഇറ്റ്സ് വെരി ഗുഡ്, വളരെ ഒരു പ്രശ്നമില്ല. ഒരു ഫോട്ടോഷൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് അന്നത്തെ വർക്കേ ഉള്ളൂ. പക്ഷെ 3-4 ഫോട്ടോഷൂട്ടും 1-2 ബ്രൈഡൽ മേക്കപ്പ് കൊണ്ടിട്ട് അവർക്ക് ഭയങ്കര സുഖമായിട്ട് പോവാം. പക്ഷെ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിക് ടാലന്റ് അത് ഇടാനായിട്ട്, അതായത് ഇപ്പൊ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനോ എനിക്ക് ഇത്രയും റിസർച്ചോ അല്ലെങ്കിൽ ഇത്രയും സ്റ്റഡീസോ എന്റെ ഒരു ലൈഫ് തന്നെ ഇത്രയും വർഷം ഞാൻ അവിടെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞല്ലോ, മേക്കപ്പ് ഡിസൈനർ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രണ്ടും 2ആണ് തലം. അത് ശരി, അത് ശരി, അത് ശരി. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ സ്ത്രീകളുടെ മേഖലയിൽ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ മേഖലകളേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിക് ജോലിയാണ്, ജോബാണ്. ആ വിധത്തിൽ ഇതിനെ കുറെ കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ്, അല്ലെ ഇപ്പോൾ മെറ്റ ചെയ്യുന്ന പോലെ അല്ല അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു കുട്ടിക്ക് അല്ല വേറൊരു വരുന്ന ഒരു ന്യൂ കമ്മറിന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഹോപ്പ് മിറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ മിറ്റ സ്ട്രഗിൾ ചെയ്യുന്ന മിറ്റയുടേതായിട്ടുള്ള കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവാമായിരിക്കാം. അല്ലെങ്കിൽ മിറ്റ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും മിറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാതോ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മിറ്റയേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട്, അല്ല അവർ പേഴ്സണലി വേറൊരാളായിരിക്കും ഇല്ലേ, അവരുടെ കഴിവും അവരുടെ ക്യാരക്ടറിന്റെ ഇത് വെച്ചിട്ട് കുറെ കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഹോപ്പ് മിറ്റയ്ക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, 10 കൊല്ലം മുന്നേയുള്ള കാലഘട്ടമല്ല ഇപ്പം വരുന്നത്. നമുക്ക് സ്റ്റഡീസ് കുറേ കൂടി കൂടുതൽ എളുപ്പമാണ്. ഇപ്പൊ പറഞ്ഞു വരുമ്പം ഞാൻ 15 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്ത പല കാര്യങ്ങളും 15 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്രമാത്രം ടെക്നോളജി വലുതായി കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ടാലന്റഡ് ആണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് നമ്മളെക്കാളും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണ് നമ്മളുടെ വഴി കൃത്യമായിട്ടൊന്ന് തുറന്ന് കിട്ടുക എന്നുള്ളതാണ്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, അതിലേക്ക് ആളുകൾ കടന്നു വരണം. ഇപ്പോഴും എനിക്ക് പല വർക്കുകളും ചെയ്യുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് അസിസ്റ്റൻസ് ഇല്ല, കുറവുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇതിനകത്തേക്ക് കടന്നു വരണം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു വളരെ വളരെ വലിയൊരു വിശാലമായ ലോകമാണ്. ഈ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നപ്പം സിനിമയിൽ വരുന്നതോ പോലെ തന്നെ ഈ സിനിമയിലേക്കുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും സ്ത്രീകൾക്കും കടന്നു വരാം എന്ന് ധൈര്യമായിട്ട് മിറ്റയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണ്.